10,500 രൂപ മുടക്കി നിങ്ങൾ ടാപ്പറ്റ് നിങ്ങളെ ബുള്ളറ്റിൽ മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ഇതാണ് ഓയിൽ പമ്പ്. അപ്പോൾ ഓയിൽ പമ്പിൻ്റെ വീഡിയോ നമ്മൾ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ച് ഓയിൽ പമ്പ് മാറിയാൽ നമ്മളെ ടാപ്പറ്റ് നോയ്സ് മാറുമെന്ന് പലരും ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അങ്ങനെ മാറത്തില്ല. കാരണമുണ്ട്. ഈ ടാപ്പറ്റിൻ്റെ നോയ്സ് പല കാരണങ്ങൾ കൊണ്ട് വരും. ഒരു കാരണങ്ങൾ കൊണ്ടല്ല വരുന്നത്, പല കാരണങ്ങൾ കൊണ്ടുവരും. അതിലൊന്ന് മാത്രമാണ് ഓയിൽ പമ്പ്. അതുപോലെ പല കാരണങ്ങളുണ്ട്. ആദ്യം നമ്മളെ വണ്ടിയിൽ ടാപ്പറ്റ് നോയ്സ് വരുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട സാധനം നമ്മുടെ ഓയിൽ ഫിൽറ്ററാണ്. അപ്പോൾ ചെറിയ കംപ്ലയിൻറ്റിൽ നിന്ന് വലിയ കംപ്ലയിൻറ്റിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ ഫിൽറ്ററിന് എന്തെങ്കിലും അടവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുകളിലോട്ട് ഓയിൽ എത്താതെ വരും, ഓയിൽ പമ്പിലോട്ട് ഓയിൽ കയറാതെ വരും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓയിൽ ഫിൽറ്ററിനെയാണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ സ്റ്റെയിനർ എന്ന് പറയും. നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്റ്റെയിനർ വരാറുണ്ട്. ആ സ്റ്റെയിനർ നമ്മൾ ക്ലീൻ ചെയ്തിടണം. സ്റ്റെയിനർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് കാണിക്കില്ല. നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റെയിനർ ക്ലീൻ ചെയ്യേണ്ടി വരും. ആ സ്റ്റെയിനർ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിലെന്തെങ്കിലും അടവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതേക്ക് ടാപ്പറ്റ് നോയ്സ് കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓയിൽ പമ്പിനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പമ്പ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതേക്ക് ഓയിൽ ടോപ്പിൽ വരാതെ വന്നിട്ട് ടാപ്പറ്റ് നോയ്സ് വരാം. അപ്പോൾ നിങ്ങൾ പുതിയ ടാപ്പറ്റൊക്കെ 10,500 രൂപ മുടക്കി പുതിയ ടാപ്പറ്റ് ഇട്ടിട്ടും സൗണ്ട് വരുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പറ്റിൻ്റെ കംപ്ലയിൻറ്റ് തന്നെ ആണെന്നുണ്ടെങ്കിൽ പുതിയ ടാപ്പറ്റും കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഈ കടകളിൽ ടാപ്പറ്റ് വരുന്നത് ഈ ഒരു ബോക്സിലാണ് വരുന്നത്. ഇത് കണ്ടില്ലേ? അപ്പോൾ ടാപ്പറ്റിൻ്റെ സൈഡിലായിട്ടൊരു ആരോ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ആരോ മുകളിലോട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കടയിൽ നമ്മൾ സൂക്ഷിക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെ വെക്കണം. ഈ ആരോ മുകളിലോട്ട് തന്നെ ഇരിക്കണം. അതിനാണ് ഈ ആരോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതേസമയം നമ്മൾ ഈ ആരോ താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടാപ്പിനകത്തൊരു ലൂബ്രിക്കേഷൻ വരുന്നുണ്ട്. ഈ ഒരു ഓയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പിന്നെ രണ്ടാമത് ഓയിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടാപ്പറ്റ് നോയ്സ് മാറത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വെക്കുമ്പോൾ ഈ സ്റ്റിക്കറിന് പറയുന്ന രീതിയിൽ തന്നെ ആരോ മുകളിലോട്ട് വെച്ച് യൂസ് ചെയ്യാവുള്ളൂ. അങ്ങനെയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ഇതിൽ തന്നെ നിൽക്കും, ഒലിച്ചു പോകത്തില്ല. ടാപ്പറ്റ് സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നല്ല സൈലൻ്റായിട്ട് നമ്മൾ എഞ്ചിൻ ടാപ്പറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നല്ല സൈലൻ്റായിട്ട് കിട്ടും. അപ്പോൾ അത് മെയിൻ ശ്രദ്ധിക്കണം. ഈ പുഷ് റോഡിൽ തേയ്മാനം ഉണ്ടെങ്കിൽ നമുക്ക് ടാപ്പറ്റ് നോയ്സ് വരാം. അപ്പോൾ ആ പുഷ് റോഡിൻ്റെ കണ്ടീഷൻ നോക്കണം. അതേ കണക്ക് തന്നെ റോക്കറാം എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനും നിങ്ങൾ ചെക്ക് ചെയ്തേക്കണം. അത് മെക്കാനിക്കാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതും വരാറുണ്ട്. അത് ഭയങ്കര റെയറായിട്ട് അങ്ങനെയുള്ളൂ സംഭവിക്കാറുള്ളൂ. അപ്പോൾ ടാപ്പറ്റ് നോയ്സ് വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടിക്കോളും. ഇത്രയും ചെയ്തിട്ടും നിങ്ങളെ വണ്ടികളുടെ ഇത്രയും സാധനങ്ങൾ മാറ്റിയിട്ടും നിങ്ങളുടെ വണ്ടിയുടെ ടാപ്പറ്റ് നോയ്സ് മാറുന്നില്ലെങ്കിൽ അത് ടാപ്പറ്റ് നോയ്സ് ആയിരിക്കത്തില്ല. നമുക്ക് ഈ വാൽവിൻ്റെ ഗൈഡും വാൽവിനും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ഇതേ ടാപ്പറ്റ് നോയ്സിൻ്റെ രീതിയിലായിരിക്കും സൗണ്ട് വരുന്നത്. അത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല മെക്കാനിക്കാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് റെഡിയാക്കിയാലേ നമുക്ക് ടാപ്പറ്റ് നോയ്സ് ഫുള്ളായിട്ട് മാറുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ വാൽവ് ഗൈഡ് ചെയ്ത് വാൽവ് സീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. എന്നിട്ടും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻജിൻ കേസ് നമ്മൾ ഈ ടാപ്പറ്റ് രണ്ടെണ്ണം നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. ആ ഏരിയ എന്തെങ്കിലും ഓവലാവുകയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ഒരു കേസിനെ മാറിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടാപ്പറ്റിൻ്റെ ഇത് സംബന്ധിച്ചിട്ട് നമ്മൾ എത്ര റെഡിയാക്കിയിട്ടും റെഡി ആവുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ നോർമലായിട്ട് ടാപ്പറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് അറൗണ്ട് വന്നിട്ട് 10,500 രൂപ എന്തായാലും ആവും. അത് നമ്മൾ അതിൽ ഹെഡിൻ്റെ പാക്കിങ് വരും, അങ്ങനെയുള്ള ലേബർ വരും, ഓയിൽ വരും, പിന്നെ ടാപ്പറ്റ് വരും. ഇത് മാത്രമേ നോർമലി നമ്മൾ ടാപ്പറ്റ് മാറുമ്പോൾ എക്സ്പെൻസ് ആയിട്ട് വരുള്ളൂ. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് ഇപ്പോൾ നമ്മൾ ഓയിൽ പമ്പൊക്കെ മാറുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ കോസ്റ്റുകൾ എക്സ്ട്രാ വരും. ഓയിൽ പമ്പിനൊക്കെ 800 രൂപ അടുപ്പിച്ചൊക്കെ റേറ്റ് ഉണ്ട്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് നോക്കിയിട്ട് ബാക്കി റേറ്റുകളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.